Hi guys, welcome to Litalks. I am Lijo. അടുക്കളയിലൊക്കെ നിൽക്കുന്ന കണ്ട് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുകയാണ്. നമ്മളൊരു ചെറിയ കുക്കിംഗ് വീഡിയോയ്ക്കാണ് വന്നിരിക്കുന്നത്. വലിയ ഷെഫ് ഐറ്റംസ് ഒന്നുമല്ല. നമ്മൾ അത്യാവശ്യം വിശക്കുമ്പോൾ അടുക്കളയിൽ കയറാറുണ്ട്. അങ്ങനെ കിട്ടിയൊരു ചെറിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ആ റെസിപ്പി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ആ റെസിപ്പി നിങ്ങളിലേക്ക് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു മാക്രോണീസ് നമ്മുടെ പാസ്തയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി നമുക്കൊരു മയോണൈസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം മുട്ട പൊട്ടിച്ച് വെച്ചു. ഇനിയും അടുത്തായിട്ട് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി. അടുത്തായിട്ട് വെളുത്തുള്ളിയാണ് ഇടുന്നത്. ഒരു 4 അല്ലി വെളുത്തുള്ളി ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി മയോണൈസ് ഉണ്ടാക്കുന്നതിനൊക്കെ കുറച്ചുകൂടെ കൺസിസ്റ്റൻസി കൂട്ടി കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റേ ഗ്രേവി പോലെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. 4 അല്ലി ഇട്ടിട്ടുണ്ട്. നമ്മൾ വലിയ ജാറിലാണ് നോർമലി ഈ ലിക്വിഡായിട്ടുള്ള ഐറ്റംസ് എടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് കണ്ടൻറ്റ് ഐറ്റമുള്ളൂ, അതുകൊണ്ട് നമ്മൾ ചെറിയ ജാറിൽ എടുക്കണേ. അതുപോലെ തന്നെ എഗ്ഗിൻ്റെ വൈറ്റാണ് സാധാരണ മയോണൈസിന് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വൈറ്റും യോക്കും എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും കളർ വ്യത്യാസം വരും. നമ്മൾ ഈ വൈറ്റ് മാത്രം യൂസ് ചെയ്യുന്നത് കളറിലെ ഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടി നല്ല വൈറ്റായിട്ട് തന്നെ ഇരിക്കാനാണ് ഇത് മാത്രം ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇച്ചിരി ഉപ്പ് ഇടണം അതിൻ്റെ അകത്ത്. ഒരു നുള്ളു ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. അതുപോലെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കുറച്ച് പഞ്ചസാര. പഞ്ചസാരയും ഈ പറഞ്ഞ പോലെ ഒരു ടേസ്റ്റിന് മാത്രമേ ഉള്ളൂ. ഈ പഞ്ചസാരയും ഉപ്പും നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഈ ചെറിയ ജാറിൽ ചെയ്യുമ്പോൾ നല്ലപോലെ അമക്കി പിടിക്കാൻ നോക്കണം. പിന്നെ അടുത്തായിട്ട് കുറച്ച് മുളക് പൊടി. നമ്മൾ മറ്റേ പാസ്തയ്ക്കകത്ത് വേറെ മുളക് പൊടി ചേർക്കുന്നില്ല. കുറച്ച് നാരങ്ങ നീരോട് ചേർത്താൽ നല്ലതാണ്. നാരങ്ങ നീര് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ആവശ്യമനുസരിച്ചുള്ള ഓയിൽ നമ്മൾ ചേർക്കുക. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ ആ ടേസ്റ്റ് വരികയില്ല. ഹോട്ടലുകൾ ചെയ്യുമ്പോൾ കുറച്ചായിട്ട് മിക്സി ഓൺ ആക്കിയിട്ടിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് എണ്ണ ഒഴിച്ചൊഴിച്ച് കൊടുത്ത് അടിക്കുക നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സാധനം കിട്ടണം. തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ മാക്രോണീസ് ജസ്റ്റ് വെള്ളത്തിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മഞ്ഞളും ഉപ്പും ചേർത്തിട്ടാണ് പുഴുങ്ങി വെച്ചേക്കുന്നത്. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല, സിമ്പിൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളതൊക്കെ. ഓക്കെ, നമുക്കിനി ജസ്റ്റ് ഈ വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട്. വെജിറ്റബിൾസായിട്ട് എടുക്കുന്നത് ഓണിയനും ക്യാരറ്റുമാണ്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അതേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ചെയ്തത്. അറിയാലോ, വീട്ടിലുണ്ടാക്കുന്ന വലിയ റൂൾസ് ഒന്നുമില്ല, നമ്മുടെ ഒരു ടേസ്റ്റ് കാര്യങ്ങളാണ്. ഓക്കെ, എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിനെ രണ്ടിനെ ഒന്ന് വഴറ്റി എടുക്കണം. ഒരു ക്യാരറ്റിൻ്റെ ഒരു പോർഷനും 2 സവാള എടുത്തേക്കുന്നത്. ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ടൊരു ടിപ്സ് പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് വഴണ്ടി കിട്ടും. ലോ ഫ്ലെയിമിൽ നല്ല കുറച്ച് ടൈം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ആ പച്ചപ്പിൻ്റെ ആ ഒരു
ടേസ്റ്റും സ്മെല്ലൊക്കെ മാറുന്ന വരെ ചെയ്യുക. ഒരു ഗോൾഡൻ കളർ അങ്ങനെ നോക്കി വെച്ചാൽ മതി. അടുക്കി പിടിക്കാതെ അത്യാവശ്യം ഫ്ലെയിം വേരി ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല. നമുക്ക് വെജീസൊക്കെ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി മാക്രോണീസ് ഇട്ട് കൊടുക്കാം. ഓൾറെഡി കുക്ക് ചെയ്തുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്ത് വരുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരു മുട്ട സ്ക്രംബിൾ ചെയ്ത് ചേർക്കാൻ പോവാണ്. പറഞ്ഞ 2 ഐറ്റംസ് ഓപ്ഷനിലാണ്. ഫസ്റ്റ് വണ് നമുക്കിവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിതിപ്പോൾ എടുത്തത്. ജസ്റ്റ് ഇത് എന്താണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കടലമാവിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറാണ്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് അതിൻ്റെ അത്ര ഇതൊന്നുള്ള കാര്യം. ഇപ്പോൾ എനിക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയതുകൊണ്ട് ചെയ്തതേ ഉള്ളൂ. അടുത്തത് ചിക്കനാണ്. അതേപോലെ തന്നെ മയോണൈസിന് ഒട്ടും കുക്കിംഗ് വേണ്ട. എല്ലാം കഴിഞ്ഞിട്ട് മയോണൈസിന് ചേർത്താൽ മതി. ചിക്കൻ ടേസ്റ്റിയാണ്. ചിക്കന് വേണമെങ്കിൽ ചേർക്കാം, ഇല്ല ജസ്റ്റ് അവോയ്ഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചിക്കൻ ചെയ്യുന്നത് നല്ലപോലെ പുഴുങ്ങിയെടുത്ത ചിക്കന് എന്താണ് ചെറുതായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുത്താൽ മതി. ജസ്റ്റ് പിച്ചി പറിച്ച കണ്ടീഷൻ. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമ്മുടെ ഇതിട്ട് മയോണൈസ് വയ്ക്കുമ്പോൾ ജസ്റ്റ് ചെറിയതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും അതിൻ്റെ ആവശ്യമില്ല. മയോണൈസ് കുക്കാവുകയേ വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, നമ്മളിവിടെ മയോണൈസ് ചേർക്കാൻ പോവാണ്. നമുക്കിതിൻ്റെ രണ്ടിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ഏകദേശം സെയിം ആക്കണം. അതിനുവേണ്ടി മാത്രം ഒന്ന് ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വെജീസ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെ ചേർക്കേണ്ടത്. വെൽ കുക്ക്ഡ് ആയിരിക്കണമെന്നേ ഉള്ളൂ. എനിക്ക് കുക്ക്ഡ് ഇഷ്ടം, റോ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം. വെൽ കുക്ക്ഡ് ആണ് എനിക്കിഷ്ടം. അപ്പം ഗ്രീൻ പീസോ അല്ല എന്താണ് ക്യാബേജ് ഒഴിക്കുക. ക്യാബേജ് എനിക്ക് അത്ര എനിക്ക് മിക്സിങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ക്യാബേജ് ഒഴികെയുള്ള മിക്കവാറുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐറ്റം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സോസ് ആണ് താഴെ ഇട്ടിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ, ജസ്റ്റ് ഒരു ടേസ്റ്റ് വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ ചേച്ചിയും കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുവാണ്. ഫുഡ് ഒന്ന് കഴിച്ചു നോക്കി. എൻ്റെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, കമൻ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. പാസ്തയിലൊരു വെറൈറ്റി ടേസ്റ്റ്, കുറച്ച് സ്പൈസിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, സമ്മതിച്ചു. അത് മതി. നമ്മൾ ഞാൻ പറഞ്ഞ വലിയൊരു ഷെഫ് ആയിട്ടോ അങ്ങനെ വലിയൊരു പ്രോഗ്രാം ഒന്നുമല്ല. നമ്മൾ വീട്ടിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ കുറച്ച് പാസ്ത നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബൈ ബൈ.